Hello all. In this section, we are discussing about the endogenic forces fold. Though we are discussing about folding on of the endogenic force, I would like to give a brief introduction about the factors which affect the Earth's surface. The factors which affect the Earth's surface can be broadly divided into two categories, endogenic forces and exogenic forces. Coming to the endogenic forces are the pressure or forces that originate inside the earth. Therefore, they are also called internal forces. ഭൂമിക്ക് അകത്ത് ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിന് മാറ്റം സംഭവിക്കുന്നതിന് കാരണമായിട്ട് ഭൂമിക്കകത്തുനിന്ന് ഉണ്ടാകുന്ന ഫോഴ്സസിനെ നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് എൻഡോജെനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. നമ്മൾ മെഡിക്കൽ പ്രൊസീജിയറായ എൻഡോസ്കോപ്പിയെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മുടെ ആന്തരിക അവയവങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയറാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ആ വേർഡ് എൻഡോ എന്ന് പറയുന്ന അകത്ത് എന്നാണ്. അപ്പം ഭൂമിക്കകത്തുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ എൻഡോജെനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഇന്റേണൽ ഫോഴ്സസ് എന്നും പറയാറുണ്ട്. Then the second force is exogenic force. Exogenic force or exogenic force are the agents supplying energy for actions that are located at or near the Earth's surface. Exogenic forces are usually driven by gravity or atmospheric forces. That the process can be of weathering, denudation, mass wasting, etc. എക്സോജെനിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതലത്തിന് തൊട്ടടുത്തോ അല്ലെങ്കിൽ പ്രതലത്തിലോ സംഭവിക്കുന്ന മാറ്റങ്ങളെ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന ഫോഴ്സസിനെയാണ് എക്സോജെനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതെങ്കിലും അറ്റ്മോസ്ഫിയറിക് ഫോഴ്സസോ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയോ അല്ലെങ്കിൽ വെതറിംഗ് ഏജൻസോ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഡെന്യൂഡേഷനോ ഒക്കെ ആവാം. ഈ എക്സോജെനിക് ഫോഴ്സസ് ഈ നമ്മുടെ ഗ്രാവിറ്റിക്ക് കാരണമാകുന്ന മാസ് വേസ്റ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലാൻഡ് സ്ലൈഡ്, മഡ് സ്ലൈഡ്, അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എക്സോജെനിക് ഫോഴ്സസ് ആണ്. നമ്മുടെ റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യർ, സീ വേവ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഇതിന്റെ ആക്ഷനൊക്കെ എക്സോജെനിക് ഫോഴ്സസ് ആണ്. വെതറിങ്, നമ്മുടെ റോക്സിന് ക്രാക്സ് ഒക്കെ സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സ്, സോയിൽ ഉണ്ടാകുന്ന പ്രോസസ്സ്, അതൊക്കെ എക്സോജെനിക് ഫോഴ്സസ് ആണ്. അപ്പോൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻഡോജെനിക് ഫോഴ്സസിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. Endogenic forces can be again divided into two categories, diastrophic forces as well as sudden forces. എൻഡോജെനിക് ഫോഴ്സസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, ഡയസ്ട്രോഫിക് ഫോഴ്സസ് എന്നും സഡൻ ഫോഴ്സസ് എന്നും. ഫസ്റ്റ് വി ക്യാൻ ലുക്ക് അപ്പോൺ ദ sudden forces. Sudden forces are the short period changes that take place so suddenly that these can be noticed within a few seconds or few hours. Such moments are called sudden moments and the forces responsible for it are called sudden forces. For example, volcanic eruption, earthquake. വളരെ കുറച്ച് നിമിഷങ്ങളോ അല്ലെങ്കിൽ വളരെ കുറച്ച് മണിക്കൂറുകളോ കൊണ്ട് തന്നെ ഭൂമിയുടെ പ്രതലത്തിന് മാറ്റം സംഭവിപ്പിക്കുന്ന ഫോഴ്സസിനെയാണ് സഡൻ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നെങ്കിൽ ഒരു വോൾക്കാനിക് ഇറപ്ഷനോ അല്ലെങ്കിൽ ഒരു എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അത് വളരെ കുറച്ച് സെക്കൻഡ്സോ അല്ലെങ്കിൽ വളരെ കുറച്ച് മിനിറ്റ് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒരു എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു എർത്ത് ക്വേക്ക് കൊണ്ട് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രതലത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വിസിബിൾ ആണ്. അതുപോലെ തന്നെയാണ് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ. ചിലപ്പം സഡനായിട്ട് ഇറപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളെടുത്ത് ഇറപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിസിബിൾ ആണ്. അത്തരത്തിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ സഡൻ ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ വാട്ട് മേ ബി ദ ഡയസ്ട്രോഫിക് ഫോഴ്സ്? ഇറ്റ് ഇസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് സഡൻ ഫോഴ്സ്. ഡയസ്ട്രോഫിക് ഫോഴ്സ് എന്ന് പറയുന്നത് സഡൻ ഫോഴ്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഡയസ്ട്രോഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയസ്ട്രോഫിക് ഫോഴ്സസിനെ നമ്മൾ പ്രധാനമായിട്ടും വീണ്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ദ ഡയസ്ട്രോഫിക് ഫോഴ്സസ് ഈസ് ഡിവൈഡഡ് ഇൻടു എപ്പിറോജെനറ്റിക് ഫോഴ്സസ് ആൻഡ് ഓറോജെനറ്റിക് ഫോഴ്സസ്. And these epirogenetic forces can be upward movement or downward movement, and orogenic forces can be tensional forces as well as compressional forces.
These tensional forces is again divided into cracking and folding, and compressional force is divided into warping and folding. And this warping is again divided into upwarping and downwarping. The diastrophic movement is divided into two: epirogenic movement or vertical movement, as well as orogenic movements or horizontal movements. First of all, the epirogenic movements. The epirogenic movements are the vertical movements, and they are mainly associated with the formation of continents and plateaus. The broad central part of the continent are called cratons. A craton can be called as an old, stable part of the continental lithosphere, which consists of two layers of the earth, the crust as well as the uppermost mantle. The epirogenic movements do not bring any change in the horizontal rock strata, while they cause upliftment of the continent as well as the subsidence of continents. And these movements are originated from the center of the earth. Epirogenic movements-നെ നമുക്ക് vertical movements എന്നും വിളിക്കാം. ഈ എപ്പിറോജനിക് മൂവ്മെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പിറോജനിക് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന കോണ്ടിനെന്റ്സും പ്ലേറ്റോസും ഒക്കെ രൂപപ്പെട്ടു വന്നത്. ഈ എപ്പിറോജനിക് മൂവ്മെന്റ്സിൽ പ്രധാനമായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് കോണ്ടിനെന്റ്സ് ആണല്ലോ, കോണ്ടിനെന്റ്സ് ഫോം ചെയ്തതാണല്ലോ. അപ്പം കോണ്ടിനെന്റ്സ് ഫോം ചെയ്യാൻ സഹായിച്ച ഒരു ഘടകമാണ് ക്രേറ്റോൺസ് എന്ന് പറയുന്നത്. ക്രേറ്റോൺസ് എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോണ്ടിനെന്റിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ടുമാണ്. ഈ ക്രേറ്റോൺസിന്റെ ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റ്. നമുക്കറിയാലോ, എർത്തിന് 3 ലെയറാണ് ഉള്ളത്: ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് കോർ. ഇതിൽ ഏറ്റവും ടോപ്പ് ലെയറിനെ നമ്മൾ ക്രസ്റ്റ് എന്നും രണ്ടാമത്തെ ലെയറിനെ നമ്മൾ മാന്റിൽ എന്നും ഏറ്റവും അകത്തുള്ള ലെയറിനെ കോർ എന്നാണ് വിളിക്കുന്നത്. ഇതിലെ ക്രസ്റ്റും മാന്റിലിന്റെ അപ്പർ പാർട്ടും, അപ്പർ മാന്റിലും ക്രസ്റ്റും കൂടെ ചേരുന്ന ഭാഗത്തിനെയാണ് ക്രാറ്റോൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്രാറ്റോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ അപ്പർ മാന്റിലും ക്രസ്റ്റും കൂടെ ചേരുന്ന ഭാഗം ക്രാറ്റോൺ എന്നല്ല, ഏറ്റവും ഓൾഡും ഏറ്റവും സ്റ്റേബിളുമായിട്ടുള്ള പാർട്ടാണ് എർത്തിന്റെ ക്രസ്റ്റിന്റെ ഭാഗവും അതുപോലെ തന്നെ അപ്പർ മാന്റിന്റെ ഭാഗവും അതിലുണ്ട്. ഇനി ഈ ഒരു എപ്പിറോജനിക് മൂവ്മെന്റ്സ്, അതായത് വെർട്ടിക്കൽ മൂവ്മെന്റ്സ് കൊണ്ട്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ്, അങ്ങനത്തെ മൂവ്മെന്റ്സ് കൊണ്ട് ഹൊറിസോണ്ടൽ റോക്ക് സ്ട്രാറ്റയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാറില്ല. ഇതിന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണപ്പെടുന്ന ഈ കോണ്ടിനെന്റ്സിന് ഒന്ന് അപ്ലിഫ്റ്റ്മെന്റ്, ഒന്ന് ഉയർന്നു വരും, അല്ലെങ്കിൽ അത് സബ്സൈഡ് ചെയ്തു പോകും, താഴ്ന്നു പോകും. ഈ ഒരു മാറ്റമാണ് എപ്പിറോജനിക് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. ഈ എപ്പിറോജനിക് മൂവ്മെന്റ്സ് ഉത്ഭവിക്കുന്നത് ഭൂമിയുടെ സെന്ററിൽ നിന്നാണ്. Second, the orogenic movements. Orogenic movement is otherwise called horizontal movements. Orogenic forces act on the earth crust from side to side to cause these movements. They are also known as mountain building movements. They bring a lot of disruptions to the horizontal layer of strata, leading to large structural deformation of the earth crust. They are again classified into forces of compression and forces of tension. അടുത്തതായിട്ട് ഓറോജനിക് മൂവ്മെന്റ്സ്. നേരത്തെ പറഞ്ഞ മൂവ്മെന്റ്, അതായത് നമ്മൾ എപ്പിറോജനിക് മൂവ്മെന്റ്സിൽ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ്, അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് ഓറോജനിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ്. അതായത് റോക്ക് സ്ട്രാറ്റ ഇവിടെ മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും. ഈ ഓറോജനിക് മൂവ്മെന്റ്സിന്റെ മറ്റൊരു പേര് കൂടെയുണ്ട്, മൗണ്ടൻ ബിൽഡിംഗ് മൂവ്മെന്റ്സ്. അതായത് ഈ ഓറോജനിക് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് മൗണ്ടൻസ് എല്ലാം തന്നെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ മൗണ്ടൻ ബിൽഡിംഗ് മൂവ്മെന്റ്സ് എന്ന് പറയാൻ കാരണം. ഈ ഓറോജനിക് മൂവ്മെന്റ്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫോഴ്സസ് ഓഫ് കംപ്രഷൻ, ഫോഴ്സസ് ഓഫ് ടെൻഷൻ. First, the force of compression. Force of compression
are forces which push the rock strata against a hard plane from one side or from both sides. These compressional forces lead to the bending of rock layers and thus lead to the formation of fault mountains. Most of the great mountain chains of the world, like Himalayas in Asia, Rockies in North America, Andes in South America, Alps in Europe, are formed in this manner. Forces of compression. ഫോഴ്സസ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ രണ്ട് പിക്ചർ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ ഒരു സ്ട്രെസ്സും ഇല്ലാതിരിക്കുന്ന ഒരു സിമ്പിളായിട്ടിരിക്കുന്ന ഒരു റോക്ക് സ്ട്രാറ്റയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പിക്ചറിലാണെങ്കിലോ രണ്ട് വശത്തു നിന്നും അതിനൊരു കംപ്രഷൻ വരെയാണ്. അവിടെ ഒരു ഫോഴ്സ് രണ്ട് വശത്തു നിന്നും എക്സേർട്ട് ചെയ്യണം. അപ്പോൾ ഫോഴ്സ് ഓഫ് കംപ്രഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഹാർഡ് പ്ലെയിൻ ആയിട്ടൊരു റോക്ക് സ്ട്രാറ്റയുണ്ട്. ആ റോക്ക് സ്ട്രാറ്റയുടെ ഒരു വശത്തോ അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വശത്തു നിന്നോ ഒരു കംപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് റോക്ക് ലെയർ ബെൻഡ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മാറുന്നതിനെയാണ് ഫോഴ്സസ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത്. കംപ്രഷനിൽ എന്താണ്, പുഷാണ് ചെയ്യുന്നത്. ആ കംപ്രഷൻ ആ റോക്കിനെ പുഷ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റോക്ക് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്ത് ചിലപ്പോൾ സ്ക്യൂസ് ചെയ്യാം, ചിലപ്പോൾ ഫോൾഡ് ചെയ്ത് വരുന്നതിനെയാണ് ഫോഴ്സസ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ആ ഫോൾഡിങ്ങിൻ്റെ പ്രോസസ്സ്, ആ ഒരു കംപ്രഷൻ വളരെയധികം ശക്തമായിട്ട് വരുന്നെങ്കിൽ ആ ഒരു റോക്ക് സ്ട്രാറ്റ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. ഇനി ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഫോൾഡ് മൗണ്ടൻ ചെയിൻസും അല്ലെങ്കിൽ എല്ലാ മൗണ്ടൻ റേഞ്ചസും ഫോം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫോഴ്സസ് ഓഫ് കംപ്രഷൻ വഴിയാണ്. ഉദാഹരണം പറയുന്നെങ്കിൽ ഏഷ്യയിലെ ഹിമാലയാസ്, നോർത്ത് അമേരിക്കയിലെ റോക്കീസ്, സൗത്ത് അമേരിക്കയിലെ ആൻഡസ്, യൂറോപ്പിലെ ആൽപ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് ഈ ഫോഴ്സസ് ഓഫ് കംപ്രഷൻ അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. വാർപ്പിംഗ്. Another term associated with the orogenic movement is warping. Warping is the slight bending or flexing of earth crust on a broad or regional scale. It can be upward movement where it is called upwarping, or it may be a downward movement where it is known as downwarping. Orogenic movements associated ചെയ്തിരിക്കുന്ന ഫോഴ്സസ് ഓഫ് കംപ്രഷൻ, ഫോഴ്സസ് ഓഫ് ടെൻഷൻ പോലെ മറ്റൊരു ടേമാണ് വാർപ്പിംഗ് എന്ന് പറയുന്നത്. വാർപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫോൾഡിംഗ് പറഞ്ഞു അല്ലേ, ഫോഴ്സസ് ഓഫ് കംപ്രഷൻ പറഞ്ഞതിൽ രണ്ട് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് റോക്ക് സ്ട്രാറ്റ ബെൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ അത് സ്ക്യൂസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മാറുന്നതിനാണ് നമ്മൾ ഫോഴ്സസ് ഓഫ് കംപ്രഷൻ എന്ന് പറഞ്ഞത്. ഇനി വാർപ്പിംഗ് എന്ന് പറയുന്നതും ഒരു ബെൻഡിങ് തന്നെയാണ്. പക്ഷേ ഈ ഒരു വാർപ്പിങ്ങിൻ്റെ പ്രത്യേകത അതൊന്നേ അപ്വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡൗൺ വാർപ്പിംഗ് ആയിരിക്കും. അതായത് ഒന്നേ ഡോമിൻ്റെ ഷേപ്പിലായിരിക്കും അത് ഫോം ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അത് ബേസിൻ്റെ രൂപത്തിലായിരിക്കും. ജസ്റ്റ് ഒരു ബെൻഡ് മാത്രമേ കാണുകയുള്ളൂ. ഇനി അത് അപ്വേർഡായിട്ടാണ് ബെൻഡ് ചെയ്തതെങ്കിൽ നമ്മളതിനെ അപ്വാർപ്പിംഗ് എന്നും അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് ഡോമും, ഇനി ഡൗൺവേർഡായിട്ടാണ് ഇത് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡൗൺ വാർപ്പിംഗ് എന്നും അതിൻ്റെ റിസൾട്ടാണ് ബേസിനെ ഫോം ചെയ്യുന്നത്. ഇതിന് രണ്ടിൻ്റെയും സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്. നമ്മൾ അപ്വാർപ്പിംഗ് അല്ലെങ്കിൽ ഡോം എന്ന് പറയുന്നതിൽ ഏറ്റവും നടുക്കുള്ള ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള റോക്ക് ലെയറും പുറമേ കാണുന്നത് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള റോക്ക് ലെയറുമായിരിക്കും. അതേസമയം ഡൗൺ വാർപ്പിംഗ് അല്ലെങ്കിൽ ബേസിൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നടുക്കത്തെ ഭാഗം, ഏറ്റവും നടുക്കത്തെ ആ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് യങ്ങസ്റ്റ് സ്ട്രാറ്റയും ചുറ്റുമുള്ള ഭാഗം എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് സ്ട്രാറ്റോ ആയിരിക്കും. പിന്നെ ബേസിൻ്റെ പ്രത്യേകത എന്താണ്? ബേസിനൊരു ഡിപ്രഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അതൊരു ഡ്രെയിനേജ് ബേസിനായിട്ട് മാറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഡോമിനൊരു എക്സാമ്പിൾ, ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഈ ഡോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നടുക്കെപ്പോഴും ഓൾഡസ്റ്റ് റോക്ക് സ്ട്രാറ്റയും ചുറ്റുമുള്ളത് യങ്ങസ്റ്റും ആയിരിക്കും. ബേസിൻ, അതിൽ മിഷിഗൻ ബേസിൻ എന്ന് വേൾഡ് ഫേമസ് ആയിട്ടൊരു ബേസിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനാണ് കാണിച്ചേക്കുന്നത്. അപ്പം ഫസ്റ്റ് നടുക്ക് കാണാൻ സാധിക്കുന്നത് ജുറാസിക് റോക്സ് ആണ്. അപ്പോൾ
ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള റോക്ക് ആയിട്ടുള്ള ജുറാസിക് റോക്സ് ആണ് നടുക്കുള്ളത്. അതിന് ചുറ്റും വരുന്നത് മിസിസിപ്പിയൻ, ഡിവോണിയൻ, സിലൂറിയൻ, ഒഡോവിസിയൻ, കാംബ്രിയൻ, അതായത് കുറച്ചുകൂടെയൊക്കെ ഓൾഡസ്റ്റ് റോക്സ് ആണ് താഴോട്ട് വരുമ്പം കാണുന്നത്. അപ്പോൾ ഒരു ബേസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നടുക്കുള്ള ഭാഗം എന്ന് പറയുന്നത് യങ്ങസ്റ്റും ഏറ്റവും പുറകോട്ട് വരും തോറും ഏറ്റവും താഴോട്ട് വരും തോറും എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് റോക്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയുന്നത് നമ്മുടെ ഓറോജന്റിക് മൂവ്മെന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫീച്ചേഴ്സ് ആണ്. ഫോഴ്സസ് ഓഫ് ടെൻഷൻ. Forces of tension is just the opposite of forces of compression. In forces of compression, we can say that the stress or the forces is acting in the same direction, while in forces of tension, the stress or the pressure is acting on the opposite direction. And the forces of tension work horizontally, and under this operation, the rock strata gets broken or fractured, which results in the formation of cracks as well as fractures in the crust. The displacement of the upward or downward from its original position of the rock along such fracture is called faulting. Forces of tension എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സസ് ഓഫ് കംപ്രഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഫോഴ്സസ് ഓഫ് കംപ്രഷനിൽ എന്താ കണ്ടത്? രണ്ട് വശത്തു നിന്നും ശക്തമായിട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ഒരു റോക്ക് സ്ട്രാക്റ്റിൽ ആക്ട് ചെയ്യുകയാണ്. പക്ഷെ ഫോഴ്സസ് ഓഫ് ടെൻഷനിൽ എങ്ങനെയാണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ പേപ്പറിനെ നിങ്ങൾ രണ്ട് കൈകളുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് വലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭയങ്കര ശക്തമായിട്ട് വലിക്കുന്നെങ്കിൽ ആ പേപ്പർ ഫുള്ളായിട്ട് കീറാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കീറൽ വരാൻ ചാൻസ് ഉണ്ട്, അതായത് ചെറിയ ചെറിയ ക്രാക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ക്രാക്സ് കുറച്ചുകൂടെ സ്ട്രെസ് കൂട്ടുകയാണെങ്കിൽ അത് ഫ്രാക്ചറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഈ ഫോഴ്സസ് ഓഫ് ടെൻഷൻ എന്ന് പറഞ്ഞത് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ഈ ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും നടുക്കൊന്ന് ഫ്രാക്ചറോ അല്ലെങ്കിൽ ക്രാക്കോ എടുത്ത് ക്രസ്റ്റിനുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റോക്ക് സ്ട്രാറ്റയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഫോഴ്സസ് ഓഫ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഫോഴ്സസ് ഓഫ് ടെൻഷൻ ഹൊറിസോണ്ടൽ ആക്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോഴ്സസ് ഓഫ് ടെൻഷൻ വളരെ ശക്തമായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ്, അതായത് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് നടക്കാം. മുകളിലോട്ട് പോവുകയോ താഴോട്ട് പോവുകയോ ചെയ്യാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പിക്ചറിൽ കാണാൻ സാധിക്കുമല്ലോ, താഴത്തെ പിക്ചറിൽ റോക്ക് സ്ട്രാക്റ്റ് ഉണ്ട്. ഫോഴ്സസ് ഓഫ് ടെൻഷൻ ആക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് റോക്ക് സ്ട്രാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നോർമലായിട്ടുള്ള ഫോഴ്സസ് ഓഫ് ടെൻഷനാണ്. പക്ഷേ ഇനി ശക്തമായിട്ടൊരു ഫോഴ്സ് ഓഫ് ടെൻഷൻ വരികയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്നേ മുകളിലോട്ട് അപ്വേർഡ് മൂവ്മെൻറ്റും നടക്കാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റും നടക്കാം. അതിനെ നമ്മൾ ഫോൾട്ടിംഗ് എന്നാണ് വിളിക്കുന്നത്. Cracks is a result of force of tension. It is a discontinuity, that is, it means a brittle discontinuity, or it is a break caused due to the force of tension when acting lightly. ഫോഴ്സ് ഓഫ് ടെൻഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ക്രാക്ക് എന്ന് പറയുന്നത്. വളരെ ശക്തമായിട്ടുണ്ടാകുമ്പോൾ അത് ഫോൾട്ടിങ്ങിലോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനോ കാരണമാകാം. പക്ഷേ വളരെ ലൈറ്റായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ക്രാക്സ് കുറച്ചുകൂടെ വലുതാകുമ്പോൾ അത് ഫ്രാക്ചറായിട്ട് മാറും. കുറച്ചുകൂടെ ആക്ട് ചെയ്യുമ്പോഴാണ് അത് ഫോൾട്ടിങ്ങിലൊക്കെ റിസൾട്ട് ചെയ്യുന്നത്. Then coming to our topic, fault. What is a fault? Fault is a wave-like bend formed on the crustal rocks due to the tangential compressive force resulting from a horizontal movement caused by the endogenic force originating deep within the earth. ഭൂമിക്കടിയിലുണ്ടാവുന്ന ശക്തമായ ഹൊറിസോണ്ടലായ കംപ്രസീവ് ഫോഴ്സസ് കാരണം ഭൂമിക്കകത്തുള്ള നമ്മുടെ റോക്ക് സ്ട്രാറ്റ അല്ലെങ്കിൽ ക്രസ്റ്റൽ റോക്സ് ബെൻഡ് ചെയ്യോ സ്ക്യൂസ് ചെയ്യോ ഫോൾഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഈ ഫോൾഡിംഗ് എന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ട് റിസൾട്ട് ചെയ്യുന്ന അത്തരം ബെൻഡുകളെ അല്ലെങ്കിൽ സ്ക്യൂസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ ഫോൾഡ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പിക്ചറിൽ സ്ട്രെസ്സിന് മുമ്പുള്ളതും കംപ്രഷന് ശേഷമുള്ള ഒരു റോക്ക് സ്ട്രാറ്റ് കാണാൻ സാധിക്കും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സെയിം
പ്രൊസീജിയർ തന്നെയാണ്. രണ്ട് ഭാഗത്തുനിന്നും ശക്തമായിട്ട് ഒരു ടാൻജൻഷ്യൽ കംപ്രഷണൽ ഫോഴ്സ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നടുക്കുള്ള റോക്ക് സ്ട്രാറ്റോ ബെൻഡ് ചെയ്യും, പിന്നെ അത് സ്ക്യൂസ് ചെയ്യും, ഫോൾഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്ത് അപ്വേർഡായിട്ട് പോവും, ചില ഭാഗങ്ങൾ ബെൻഡ് ചെയ്ത് ഡൗൺവേർഡായിട്ട് പോവും. സിമ്പിളായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഫോൾഡിംഗ് സ്ട്രക്ചറാണിത്. Let us examine how a folding process results in the formation of fold mountains, or how folding take place. ഭൂമിക്കടിയിലുള്ള സെഡിമെന്ററി ലെയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫോൾഡിംഗ് ഫോഴ്സ് ഓഫ് കംപ്രാക്ഷന് വിധേയമാകുമ്പോഴത്തേക്കും എർത്തിന്റെ ലെയേഴ്സ് സ്ക്യൂസ് ചെയ്ത് അപ്ഫോൾഡ് ചെയ്ത് ഫോൾഡ് മൗണ്ടൻസ് ആയിട്ട് മാറുന്നു. നമുക്ക് വീട്ടിൽ തന്നെ ചെറുതായിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. കുറച്ച് ടവൽസ്, 7 ടവൽസ് ഒരുമിച്ച് അടുക്കി വയ്ക്കുക. അതിനിപ്പുറത്തെ വശത്തായിട്ട് 2 ഇഷ്ടിക കഷ്ണങ്ങളോ അതല്ലാന്നെങ്കിൽ ഷൂ റാക്കോ വയ്ക്കുക. രണ്ടും ശക്തമായിട്ട് ഒരേപോലെ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഫോഴ്സ് കൊടുക്കുക. അത് സ്ക്യൂസ് ചെയ്ത് അപ്ഫോൾഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് ഫോൾഡിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഈ ഫോൾഡിംഗ് എന്ന പ്രോസസ്സ് കൊണ്ട് ആണ് മേജർ ആയിട്ടുള്ള കുറേ മൗണ്ടൻസ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ട്, യങ് ഫോൾഡ് മൗണ്ടൻസും ഉണ്ട്. ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ 250 മില്യൺ ഇയേഴ്സിനൊക്കെ മുമ്പ് ഫോം ചെയ്ത മൗണ്ടൻസ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇന്ത്യയിലെ ആരവല്ലി മൗണ്ടൻസ്. അതുപോലെ യങ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ട്. യങ് ഫോൾഡ് മൗണ്ടൻസിന് എക്സാമ്പിൾ ആണ് ആൽപ്സ് ആസ് വെൽ ആസ് ഹിമാലയസ്. അതിൻ്റെ ഷേപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ആൻറ്റിക്ലൈൻസും സിൻക്ലൈൻസും ഒക്കെ കാണാൻ സാധിക്കും. ഫോൾഡിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് കൊണ്ടുണ്ടായ മൗണ്ടൻസ് ആണ് ഈ മൗണ്ടൻസ് ഒക്കെയും. Then the parts of a fold. First, the anticline. The upfolded rock structure in arch-like form is known as anticline, while the downfolded structure forming trough-like feature is known as syncline. The two sides of a fold is known as limb, and the limb which is shared between an anticline and its companion syncline is known as middle limb. ഒരു ഫോഴ്സസ് ഓഫ് കംപ്രഷൻ ഉണ്ടാകുമ്പോൾ ഫോൾഡ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഈ ഫോൾഡ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് പോർഷൻസ് ബെൻഡ് ചെയ്ത് അപ്വേർഡിലോട്ടും പോകും, കുറച്ച് പോർഷൻസ് ഡൗൺ ആയിട്ട് ഡിപ്രഷനായിട്ടും വരും. ഇങ്ങനെ ബെൻഡ് ചെയ്ത അപ്വേർഡായിട്ട് കാണപ്പെടുന്ന അപ്ഫോൾഡഡ് ആയിട്ടുള്ള റോക്ക് സ്ട്രാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിക്ലൈൻ. അതേസമയം താഴെ ഒരു ട്രഫ്, ഒരു ഡിപ്രഷൻ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിൻക്ലൈൻ. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കും. നടുക്ക് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ആൻറ്റിക്ലൈനും തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് കാണപ്പെടുന്ന ആ ട്രഫ് പോർഷനെയാണ് നമ്മൾ സിൻക്ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഫോൾഡ് എടുക്കുമ്പോൾ ഫോൾഡിന് 2 വശമുണ്ട് അല്ലേ. ഒരു ആൻറ്റിക്ലൈൻ്റെ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ 2 വശത്തും ഒരു ചെറിയതായിട്ടൊരു ലിംബ് പോലെ കാണാൻ സാധിക്കും. അതായത് 2 വശത്തും ചെറിയ കൈകൾ കാണാൻ സാധിക്കും. ഈ 2 വശത്തെ ആ ഒരു സൈഡ്സിനെ പറയുന്ന പേരാണ് ലിംബ് എന്ന്. ഇനി മിഡിൽ ലിംബ് എന്ന് പറയുന്നത് ആൻറ്റിക്ലൈൻ്റെ ഒരു ഭാഗവും തൊട്ടടുത്തുള്ള സിൻക്ലൈനും കൂടെ ചേർന്ന് വരുന്ന ഒരു ഭാഗത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് മിഡിൽ ലിംബ്. ആൻറ്റിക്ലൈൻസിന് എക്സാമ്പിൾസ് ആണ്. സിൻക്ലൈൻ എക്സാമ്പിൾ ആണ്. കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഡൗൺവേർഡ് ആയിട്ട് പോകുന്ന റോക്ക് സ്ട്രാറ്റയാണ് നമുക്കിവിടെ സിൻക്ലൈനിൽ കാണാൻ സാധിക്കുന്നത്. Axial plane or axis of fold. The plane which bisects the angle between the two limbs of anticline or the middle limb of the syncline is known as axial plane of axis of fold. താഴെ തന്നിരിക്കുന്ന ഒരു പിക്ചർ നോക്കാം. ആ പിക്ചറിൽ ആൻറ്റിക്ലൈൻ ഉണ്ട്. ആൻറ്റിക്ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത്. ആൻറ്റിക്ലൈനിൻ്റെ തൊട്ട് 2 വശത്തും നമുക്ക് 2 ലിംബ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ആൻറ്റിക്ലൈൻ്റെ 2 ലിംബ്സിൻ്റെ ഭാഗത്ത് ഒരു പ്ലെയിൻ ബൈസെക്ട് ചെയ്തുണ്ടാകുന്ന ആംഗിളിനെ നമുക്ക് ആക്സിയൽ പ്ലെയിൻ എന്ന് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിൻക്ലൈൻ്റെ മിഡിൽ ലിംബിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലെയിൻ ബൈസെക്ട് ചെയ്തുണ്ടാക്കുന്ന ആംഗിളിനെ നമുക്ക് ആക്സിയൽ പ്ലെയിൻ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ഫോൾഡ് എന്ന് വിളിക്കാം. മിഡിൽ ലിംബ് എന്താണ് നമ്മൾ കുറച്ച് മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ്, ഒരു സിൻക്ലൈൻ്റെ ഒരു ഭാഗവും ആൻറ്റിക്ലൈൻ്റെ ഒരു ഭാഗവും ചേർന്ന് വരുന്ന ഭാഗത്തിനാണ് നമ്മൾ മിഡിൽ ലിംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആൻറ്റിക്ലൈൻ എടുക്കുന്നെങ്കിൽ നമുക്ക് 2 ലിംബ്സ് കാണാൻ സാധിക്കും. ഒരു സിൻക്ലൈൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ അതിനെ മിഡിൽ ലിംബ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ താഴത്തെ പിക്ചറിൽ നോക്കിക്കോളൂ, ഒരു ആൻറ്റിക്ലൈൻ കാണുന്നുണ്ട്, 2 വശത്തും 2 ലിംബ്സ് കാണുന്നുണ്ട്.
മുകളിലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടൊരു റെഡ് കളറിലൊരു വര വരച്ചിട്ടുണ്ട്. അതൊരു പ്ലെയിൻ ആണ്. ആ പ്ലെയിൻ അവിടെ ബൈസെക്ട് ചെയ്തുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ് അല്ലേ. ഒരു പ്ലെയിൻ നമുക്ക് 45 ഡിഗ്രി കാണാൻ സാധിക്കും. ആ ഒരു പ്രതലത്തിനെയാണ് ഫുള്ളായിട്ടാണ് നമ്മളതിനെ ആക്സിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ദ പ്ലെയിൻ വിച്ച് ബൈസെക്ട്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലിംബ്സ്. ആ രണ്ട് ലിമ്പിനും ഇടയിലുള്ള ഭാഗത്ത് ആ പ്ലെയിൻ ഇൻ്റർസെക്ട് ചെയ്തുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് പ്ലെയിൻ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ഫോൾഡ് അല്ലെങ്കിൽ ആക്സിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് occurring in an anticline, it is called axis of anticline, and if it is occurring in an axis of syncline, it is called axis of syncline. Dip and strike. Another term associated with the folding is dip and strike. ഫോൾഡിങ്ങും ഫോൾട്ടിങ്ങും രണ്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ജിയോളജിക്കൽ ടേമാണ് ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വലതുവശത്ത് ഒരു ഫിഗർ കാണിട്ടുണ്ട്. ആ ഫിഗറിൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രാറ്റോ, ഒരു ബ്ലൂ കളറിലൊരു ഹൊറിസോണ്ടൽ സ്ട്രാറ്റോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻക്ലൈൻഡ് ആയിട്ട് കുറേ സെഡിമെൻ്ററി ലെയറും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെഡിമെൻ്ററി ലെയർ ആ ഇൻക്ലൈൻഡ് ലെയറിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ലോപ്പുള്ള ആ ലെയറിൽ നിന്നും ഹൊറിസോണ്ടൽ ബെഡിന് ഉണ്ടാക്കുന്ന ഒരു ഇൻക്ലിനേഷനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. ഡിപ്പിൻ്റെ ഡയറക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ട് ആ ഒരു ഇൻക്ലൈൻ ലെയറിൽ നിന്ന് വരുന്ന ഒരു ഇൻക്ലിനേഷൻ ആണ് ഡിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നെങ്കിൽ ദി ഇൻക്ലിനേഷൻ ഓഫ് റോക്ക് ബെഡ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആനുപാതികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഇൻക്ലിനേഷനാണ് ഡിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് കൺസിഡറിങ് എ ഡിപ്പ്: ദ ഡയറക്ഷൻ ഓഫ് maximum slope down a bedding plane and the angle between the maximum slope and horizontal plane. ഒന്നേ നമുക്കതിനെ മാക്സിമം സ്ലോപ്പ് ഡയറക്ഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു ബെഡിങ് പ്ലെയിനിൽ മാക്സിമം ആയിട്ടുള്ള സ്ലോപ്പ് ഡയറക്ഷൻ എന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും അല്ലെങ്കിൽ ഒരു മാക്സിമം സ്ലോപ്പും ഹൊറിസോണ്ടൽ പ്ലെയിനും മാക്സിമം സ്ലോപ്പും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിളിനെ നമുക്ക് ഡിപ്പ് എന്ന് വിളിക്കാൻ സാധിക്കും. Then another feature is strike. The strike of an inclined bed is the direction of any horizontal line along the bedding plane. ഒരു bedding plane എടുക്കുമ്പോൾ അതിന് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഏതൊരു ഡയറക്ഷനും ഇൻക്ലിനേഷനെ നമുക്ക് സ്ട്രൈക്ക് എന്ന് വിളിക്കാം. Types of anticline. Anticline can be classified into two main types. First, based on the symmetry. On the basis of symmetry, it can be classified into symmetrical anticline as well as asymmetrical anticline. In a symmetrical anticline, the slopes of both the limb or the side of an anticline is uniform, while in asymmetrical, the slopes of both limbs are unequal. നമുക്ക് ആദ്യം സിമ്മട്രിയുടെ ബേസിൽ ആൻറ്റിക്ലൈൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് സിമ്മട്രിക്കൽ ആൻറ്റിക്ലൈൻ, സെക്കൻഡ് അസിമെട്രിക്കൽ ആൻറ്റിക്ലൈൻ. സിമ്മട്രിക്കൽ ആൻറ്റിക്ലൈൻ എന്ന് പറയുന്നത് രണ്ട് ലിംബ്, നിങ്ങൾക്ക് ആ പിക്ചറിൽ തന്നെ കാണാൻ സാധിക്കും, രണ്ട് ലിംബും ഇൻക്ലൈൻ ചെയ്യുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും. അതേസമയം അസിമെട്രിക്കലാണെങ്കിൽ രണ്ട് ലിംബും ഇൻക്ലൈൻ ചെയ്യുന്നത് അൺഈക്വൽ ആയിട്ടായിരിക്കും. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഡിപ്പ് ആംഗിൾ. ഡിപ്പ് ആംഗിൾ നേരത്തെ പറഞ്ഞു, അതായത് സ്ലോപ്പിൽ വരുന്ന മാക്സിമം സ്ലോപ്പ് ഡൗൺ ബെഡിങ് പ്ലെയിൻ ആണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പിനെ വെച്ചിട്ട് നമ്മൾ ആൻറ്റിക്ലൈൻ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ജെന്റിൽ ആൻറ്റിക്ലൈൻ ആൻഡ് സ്റ്റീപ്പ് ആൻറ്റിക്ലൈൻ. ഇഫ് ദ ഡിപ്പ് ആംഗിൾ ഈസ് ലെസ് ദാൻ 40 ഡിഗ്രി, ഇറ്റ് ഈസ് നോൺ as gentle anticline, and if the dip angle is above 40 degree and up to 90 degree, it is called a steep anticline. 40 ഡിഗ്രിക്ക് താഴെയാണ് ഡിപ്പ് ആംഗിൾ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ജെന്റിൽ ആൻറ്റിക്ലൈൻ എന്നും, 40 മുതൽ 90 ഡിഗ്രിയാണ് അതിൻ്റെ സ്ലോപ്പ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്റ്റീപ്പ് ആൻറ്റിക്ലൈൻ എന്നാണ് വിളിക്കുന്നത്. Then anticlinorium. Anticlinorium refers to those folded structures in the regions of folded mountains where there is a series of minor anticlines and syncline within one extensive anticline. These are formed when the horizontal compressive forces do not work regularly. ഏതെങ്കിലും ഒരു ഫോൾഡ് മൗണ്ടൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ
ഒരു ആൻറ്റിക്ലൈൻ നമ്മൾ എടുക്കുകയാണ്. ആ ആൻറ്റിക്ലൈനകത്ത് തന്നെ ചെറിയ ചെറിയ ആൻറ്റിക്ലൈൻസും സിൻക്ലൈൻസും കാണാൻ സാധിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ആൻറ്റിക്ലിനോറിയം എന്ന് പറയുന്നത്. ഒരു ആൻറ്റിക്ലൈനകത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു ആൻറ്റിക്ലൈൻസും സിൻക്ലൈൻസും കാണുന്നതിനെ ആൻറ്റിക്ലിനോറിയം എന്ന് പറയുന്നു. ഇത് പ്രധാനമായിട്ടും ഇതുണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ഹൊറിസോണ്ടൽ കംപ്രസീവ് ഫോഴ്സ് കാരണമാണ് ഫോൾഡിംഗ് ഉണ്ടാകുന്നത്. ഈ ഹൊറിസോണ്ടൽ കംപ്രസീവ് ഫോഴ്സ് റെഗുലർ ആയിട്ടല്ല ആക്ട് ചെയ്യുന്നെങ്കിൽ, രണ്ട് വശത്തുനിന്നും ഒരുപോലെ അല്ല ആക്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ആൻറ്റിക്ലിനോറിയം. Then synclinorium. Synclinorium is a folded structure or a syncline having a numerous anticline and syncline. ഒരു syncline ഒരുപോലെ ഇഷ്ടം പോലെ ആൻറ്റിക്ലൈൻസും സിൻക്ലൈൻസും ഉണ്ടാവുന്ന ഒരു ഫീച്ചറിനാണ് നമ്മൾ സിൻക്ലിനോറിയം എന്ന് പറയുന്നത്. ആൻറ്റിക്ലിനോറിയം ഫോം ചെയ്യുന്ന പോലെ തന്നെയാണ് സിൻക്ലിനോറിയം ഫോം ചെയ്യുന്നത്. കംപ്രഷണൽ ഫോഴ്സസ് റെഗുലർ ആയിട്ടല്ല ആക്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് സിൻക്ലിനോറിയം. ഇതും ഫോൾഡ് മൗണ്ടൻസിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫോൾഡിൻ്റെയും എങ്ങനെയാണ് ഫോൾഡിംഗ് ഉണ്ടായി വന്നതെന്നും അതുമാത്രമല്ല എന്താണ് ഒരു ഫോൾഡിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോൾഡിൻ്റെ ടൈപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം.